ക്രിസ്ത്യാനികൾ സിനിമ കാണരുത്, അഭിനയിക്കരുത്, നൃത്തം ചെയ്യരുത്, ഇങ്ങനെ കുറേ നിബന്ധനകളുണ്ട്. എന്ന് നമുക്കറിയാം. Where did you get the idea that being a Christian keeps one from having fun? Where did you get the idea that being a Christian keeps one from having fun? അപ്പോൾ ഒരു ക്രിസ്ത്യാനിയായി നിനക്ക് ജീവിക്കണമെങ്കിൽ ഈ പറയുന്നതായ തമാശയും കളിയും ചിരിയും ഇതെല്ലാം മാറ്റിവെക്കണമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നിന്നെ ആരാ പഠിപ്പിച്ചത്? നമ്മളെ പഠിപ്പിച്ചവരുണ്ട്, നമുക്കറിയാം, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രോബബ്ലി യു ഹാവ് ലിസൺ ടു too many don'ts and negatives by older Christians. നമ്മളെ മുതിർന്ന ക്രിസ്ത്യാനികൾ, മുൻ തലമുറയിലെ ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളും ഒക്കെയുള്ളതായ ക്രിസ്ത്യാനികൾ ആയിട്ടുള്ള നമ്മുടെ പിതാക്കന്മാരൊക്കെ എന്താ ചെയ്യുന്നത്? അവർ നമ്മുടെ മുമ്പാകെ കുറേ ഡോൺസ് വെച്ചിട്ടുണ്ട്. അരുത് അരുത് അരുത്. അതുപോലെ നെഗറ്റീവ്സ് നമ്മുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. അതൊന്നും ഈ ബൈബിളിൽ പറയുന്ന കാര്യമല്ല. അത് ഈ സമൂഹത്തിൽ ഉള്ളതായ ചില ദൂഷ്യവശങ്ങളുടെ ഭാഗമായി അവരൊക്കെ അവരുടെ കാലത്ത് അനുഭവിച്ചു വന്നിട്ടുള്ളതായ പലതരത്തിലുള്ളതായ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ എല്ലാം ഓർത്ത് വെച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. ഇല്ല എന്ന് നാം പറയുന്നില്ല, ഇന്നും അതുണ്ട്. എന്ന് വെച്ച് ഒരു സിനിമ കാണരുതെന്ന് പറയുന്നതിൽ എന്താ അത് ശരിയുണ്ടോ? നിങ്ങൾ നൃത്തം അഭ്യസിക്കരുത്, നൃത്തം ചെയ്യരുത്, നൃത്തം കാണരുത്, അതുപോലെ അഭിനയിക്കരുത്. ആരെങ്കിലും അഭിനയിച്ചാൽ അത് പോയി കാണരുത്. ഇതൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അങ്ങനെയൊക്കെ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇങ്ങനെയൊക്കെ വളരെ പിടിവാശി പിടിക്കുന്ന കുടുംബത്തിലെ മക്കൾ എന്ത് ചെയ്യുന്നു? തൻ്റെ മാതാപിതാക്കളെ അറിയിക്കാതെ അവർ രഹസ്യമായി സിനിമ കാണാൻ പോകുന്നു, രഹസ്യമായി മറ്റ് ചില കൂട്ടുകാരുമൊത്ത് ഉല്ലാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, കളികളിൽ ഏർപ്പെടുന്നു, ഇങ്ങനെ പലതും ചെയ്യുന്നു. ഇതൊന്നും മാതാപിതാക്കൾ അറിയുന്നില്ല. പക്ഷേ അവരുടെ ഈ പോക്ക് പിന്നെ അത് വേറൊരു വിധത്തിലേക്ക് മാറിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. തെറ്റായ വഴിയിലേക്ക് പോകാറുണ്ട്. ചില തെറ്റായ കൂട്ടുകാരുമായി ഒത്തുകൂടി നാം തെറ്റിൽ വഴുതി വീഴുന്ന അവസരങ്ങളുണ്ട്. അത് നിയന്ത്രിക്കാൻ, അതിൽ നിന്ന് നമ്മളെ മക്കളെ രക്ഷിക്കണമെങ്കിൽ നമ്മളെ മക്കൾക്ക് നാം സ്വാതന്ത്ര്യം കൊടുക്കണം. കാരണം അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ തുറന്ന് പറയുവാൻ അവർക്ക് സ്വാതന്ത്ര്യം നൽകണം. എങ്കിൽ മാത്രമേ അവരുടെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ തെറ്റായ രൂപത്തിലാണെങ്കിൽ, തെറ്റായ രീതിയിലാണെങ്കിൽ അവയെ നിയന്ത്രിക്കേണ്ടതും അവയിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്തേണ്ടതും നമ്മുടെ കടമയാണ്. അതിന് കുട്ടികളെ സ്നേഹിക്കണം, അവരുടെ ആവശ്യങ്ങളെ സന്തോഷപൂർവ്വം നാം കൈക്കൊള്ളണം, അവയിൽ ജീവിക്കണം. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ മക്കളെ സന്തോഷത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലും ജീവിക്കാൻ നമുക്കൊരു അവസരം നൽകാൻ കഴിഞ്ഞു എന്ന് വരില്ല.
ഒരു കുട്ടി പറയാണ്, ഐ വുഡ് ലൈക്ക് ടു ഫോളോ ക്രൈസ്റ്റ് ബട്ട് ഐ ആം ഓൺലി 17 ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് സം ഫൺ ബിഫോർ ഐ സെറ്റിൽ ഡൗൺ. അപ്പോൾ എന്താ പറയുന്നത്, എനിക്ക് 17 വയസ്സായിട്ടുള്ളൂ, ഞാനിപ്പോഴും എൻ്റെ കൂട്ടുകാരൊത്ത് കളിച്ചും ചിരിച്ചും അങ്ങനെ ഉല്ലസിച്ചും നടക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല, എൻ്റെ ആഗ്രഹം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. അതുപോലെ എനിക്ക് സിനിമ കാണാൻ കഴിയുന്നില്ല, എനിക്ക് ഡാൻസ് കാണാൻ കഴിയുന്നില്ല, എനിക്ക് നൃത്തം കാണാൻ കഴിയുന്നില്ല, മറ്റുള്ളവരുമായി എനിക്ക് ഇങ്ങനെ പങ്കുവയ്ക്കാൻ, ഉല്ലാസത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നതിന് മുമ്പ്, എൻ്റെ ക്രിസ്തുവിനെ ഞാൻ എൻ്റെ രക്ഷിതായി സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സാധിപ്പിച്ചോട്ടെ. എൻ്റെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും, അതായത് എനിക്ക് കുറേ സിനിമ കാണണം, എനിക്ക് പാട്ട് പാടണം, പാട്ട് കേൾക്കണം, എനിക്ക് നൃത്തം ചെയ്യണം, എനിക്ക് നൃത്തങ്ങൾ കാണണം, എനിക്ക് അഭിനയിക്കണം, ഇങ്ങനെയുള്ള എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ തീർക്കട്ടെ. അതിനുശേഷം ഞാൻ എൻ്റെ ക്രിസ്തുവിനെ ഞാൻ സ്വീകരിച്ചുകൊള്ളാം. ഇത്തരം ചിന്താഗതിയുള്ള മക്കൾ ഈ പറയുന്നതായ കർശന മാതാപിതാക്കളുടെ മക്കളായിരിക്കും. അതുകൊണ്ട് ബൈബിൾ പറയാത്തതായ ഒന്നും നമ്മൾ കുട്ടികളെ പറഞ്ഞ് അവരെ വിഷമിപ്പിക്കരുത്, പ്രയാസപ്പെടുത്തരുത്, ദുരിതത്തിലാക്കരുത്. ബൈബിൾ എന്താ പറയുന്നത്, നിങ്ങൾ സന്തോഷിപ്പീൻ, എപ്പോഴും എപ്പോഴും സന്തോഷിപ്പീൻ. നിങ്ങളെ സന്തോഷം പൂർണ്ണമാകുമ്പോഴും നിങ്ങൾ സന്തോഷിക്കാനാണ്. ദുഃഖത്തിൽ നിങ്ങൾ സന്തോഷിപ്പിന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ ഉപവസിച്ചിരിക്കുമ്പോൾ, അതായത് നിങ്ങൾ ഫാസ്റ്റിംഗ് എടുത്തിരിക്കുമ്പോൾ നിങ്ങളെ മുഖം വാടിയതായിട്ട് കാണരുത്. അതായത് നിങ്ങൾ ഭക്ഷണമൊന്നുമില്ലാതെ ഇങ്ങനെ ഉപവസിച്ചിരിക്കുകയാണ്, വളരെ മാനസികമായിട്ട് ഇങ്ങനെ തളർന്നിരിക്കുകയാണ് എന്നുള്ളതായ ആ പ്രകടനം ഉണ്ടല്ലോ, ആ ഭാവപ്രകടനമൊന്നും വേണ്ട. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ വാടിയ മുഖം കാണിക്കരുത്. നിങ്ങളുടെ കഷ്ടതയിലും സന്തോഷിക്കേണ്ടവരാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ഉള്ളതായ ഈ കഷ്ടങ്ങളൊന്നും ഒരു കഷ്ടങ്ങളേ അല്ല. ഞാൻ അനുഭവിച്ച കഷ്ടങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എന്ത് കഷ്ടം അനുഭവിച്ചിട്ടുള്ളത്, അങ്ങനെയാണ് യേശു പറയുന്നത്. അതുപോലെ തന്നെ നാം മറ്റൊരു കാര്യം അതോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. എന്താണത്? നാം സന്തോഷവും ഉല്ലാസവും അതുപോലെ തന്നെ ആഹ്ലാദമൊക്കെ നമ്മുടെ കൂട്ടുകാരുമായി പങ്കിടുമ്പോൾ, അവരുമായി ഉല്ലസിക്കുമ്പോഴൊക്കെ നാം ഒരു കാര്യം നാം ചെയ്യണം. എന്താണത്? അത് നമ്മുടെ വചനത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ദോഷം ചെയ്യുമ്പോൾ നീ ഉല്ലസിക്കുന്നു. ജെറമ 11-ാം അധ്യായം 15-ാം വാക്യം. അപ്പോൾ ജെറമായയുടെ പുസ്തകം 11-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞത്, ദോഷം ചെയ്യുമ്പോൾ നീ ഉല്ലസിക്കുന്നു. ഇല്ലേ? നാം ദോഷം ചെയ്യുമ്പോൾ ഉല്ലസിക്കുന്നുണ്ട്. നാം കൂട്ടുകാരുമൊത്ത് ഒരു വലിയ കളവ് നടത്തി അതിൽ നിന്ന് കിട്ടുന്നതായ സമ്പത്ത്, ധനം, കൊള്ള, അത് നാം ഓരി വെച്ച് സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു. അതുപോലെ തന്നെ നാം കൂട്ടുകാരുമൊത്ത് നാം മദ്യപിച്ച് അക്രമം നടത്തുമ്പോൾ, ദോഷം ഈ ലോകത്തിനും സമൂഹത്തിനും ദോഷം ചെയ്യുമ്പോൾ നാം ഉല്ലസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാരായ മറ്റ് കുട്ടികളെ, പെൺകുട്ടികളെ, അതുപോലെ ആൺകുട്ടികളെ നാം പീഡിപ്പിക്കുമ്പോൾ, അവരെ തെറ്റായ മാർഗത്തിൽ കൊണ്ടുപോയി ചേർത്ത് അവരെ ചെളിക്കുഴിയിൽ താഴ്ത്തുമ്പോഴൊക്കെ തന്നെ നാം ചിന്തിക്കേണ്ടത്, അതൊന്നുമല്ല സന്തോഷം. അതിലൊക്കെ നമുക്ക് സന്തോഷിക്കാം. കാരണം നമ്മളെ അയൽവക്കക്കാരനൊരാൾ, അദ്ദേഹത്തോട് അയാളൊരു കാറ് വാങ്ങി. ആ കാറ് വാങ്ങിയപ്പോൾ എനിക്ക് കാറില്ല. എനിക്ക് അയാളോട് ആദ്യമൊക്കെ ഞാൻ ചെന്ന് ആ കാറ് കണ്ടു, തൊട്ട് തലോടി, എനിക്ക് വളരെ സന്തോഷമൊക്കെ ഞാൻ കാണിച്ചു. പിന്നെ എനിക്ക് അയാൾ കാറിൽ വരുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിനൊരു വല്ലാത്ത നീരസമാണ്, അനിഷ്ടമാണ്. എനിക്ക് അയാളോട് എന്തോന്നില്ലാത്തൊരു അസൂയ ആണ്. അത് പിന്നെ പകയായി മാറി, പിന്നെ ഉപദ്രവമായി മാറി. ഇങ്ങനെ ഞാൻ അയാളോട് മിണ്ടാണ്ടായി. എൻ്റെ അയൽക്കാരനെ ഞാൻ കണ്ടാൽ മിണ്ടാതെ മാറി നടന്നു കളയും. ഇങ്ങനെ പല വിധത്തിലായ വിഷമങ്ങൾ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ വിഷമം തീർക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, അയാളെ ഒരു ചതിയിൽ കുടുക്കി, അയാളുടെ പേരിൽ കേസ് കൊടുത്ത് അയാളെ കോടതി ശിക്ഷിച്ചപ്പോൾ ഞാൻ സന്തോഷിച്ചു. അവനത് കിട്ടണം, ഞാൻ കുറേ കാലമായി ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുണ്ടല്ലോ.
ഇങ്ങനെ നമ്മളെ കൂട്ടുകാരനെ ചതിച്ച് അപകടത്തിൽപ്പെടുത്തുമ്പോൾ, അവനെ ദ്രോഹിക്കുമ്പോൾ ആ ദ്രോഹത്തിലുള്ള സന്തോഷം, ആ ഒരു മനസ്സിൻ്റെ ഉല്ലാസമല്ല ഇവിടെ നാം പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ദോഷം ചെയ്യുമ്പോൾ ഉല്ലസിക്കുന്നുണ്ടല്ലോ, ആ ഉല്ലാസമല്ല ഇവിടുത്തെ ഉല്ലാസം. സന്തോഷിപ്പീൻ, ദൈവത്തിൻ്റെ നാമത്തിൽ സന്തോഷിപ്പീൻ. കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ സന്തോഷിപ്പീൻ. ആ സന്തോഷം ഒരിക്കലും നിങ്ങളെ വഴിവഴപ്പിക്കുകയില്ല, തെറ്റിക്കുകയില്ല, ഞാൻ അവതാരത്തിൽ ചെന്ന് ചാടുകയുമില്ല. അപ്പോൾ അതാണ് സന്തോഷം. അപ്പോൾ അതിന് സിനിമ ഒരു തടസ്സമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു ഡ്രാമ ഒരു തടസ്സമാണെന്ന് തോന്നുന്നില്ല, ഒരു നൃത്തനൃത്യങ്ങൾ കാണുന്നതും പഠിക്കുന്നതും തടസ്സമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെ നാം മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. മനസ്സിനും ശരീരത്തിനും ആരോഗ്യകരമായിട്ടുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആവശ്യമായ കാര്യങ്ങളാണ്. അതിന് യാതൊരു തെറ്റും നമുക്ക് കാണുന്നുമില്ല. അത് ബൈബിളിൽ ഒരു തെറ്റും പറഞ്ഞിട്ടുമില്ല. ഇവിടെ ഗോഡ് നെവർ ആസ്ക് ടു ഗിവ് അപ്പ് എനിത്തിങ് ദാറ്റ് ഈസ് ഗുഡ് ഫോർ അസ്. ഒരു മനുഷ്യൻ്റെ നല്ലത് എന്താണോ അത് അവന് ചെയ്യുന്നതിന് ദൈവം എന്തിനാ തടസ്സം നിൽക്കുന്നത്? ഗോഡ് നെവർ ആസ്ക് ടു ഗിവ് അപ്പ് എനിത്തിങ് ദാറ്റ് ഈസ് ഗുഡ് ഫോർ അസ്. നമുക്ക് നല്ലത് എന്ന് തോന്നുന്നത്, മാനസികവും ശാരീരികമായ ആരോഗ്യത്തിന് നല്ലതെന്ന് തോന്നുന്നത് നമുക്ക് ചെയ്യാം. എന്നാലോ നീചമായ, മ്ലേച്ഛമായ, വഷളത്തരങ്ങളായ, പരിഹാസങ്ങളായ ഉല്ലാസങ്ങൾ നമുക്ക് വേണ്ട. എന്ന് മാത്രമല്ല, അവയെക്കുറിച്ച് നാം ചിന്തിക്കുക പോലും അരുത്. ഇതായിരിക്കണം നമ്മുടെ ജീവിതം. അപ്പോൾ സന്തോഷിക്കണം. ഇന്ന് ടി വി ഇല്ലാത്ത ഏതെങ്കിലും ഒരു വീടുണ്ടോ? നമ്മളെ വീട് ഒന്നും വേണ്ട, നമ്മളെ കയ്യിലെ മൊബൈൽ. ഈ മൊബൈൽ നാം 24 മണിക്കൂർ കാണുന്നത് എന്താണ്? ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് മാത്രമാണ് നാം ശ്രദ്ധ ചെലുത്തുന്നത്? അല്ലല്ലോ. നമുക്ക് ആവശ്യമുള്ള എന്തും അതിൽ തിരഞ്ഞെടുക്കുക. നമുക്ക് ബുദ്ധിപരമായിട്ടുള്ള കാര്യം, ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, സംസ്കാരപരമായിട്ടുള്ള കാര്യങ്ങൾ, സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മ്ലേച്ഛകരമായ കാര്യങ്ങൾ അതിലുണ്ട്, ഇല്ലാതെ നാം പറയുന്നില്ല. നമുക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക, അതിൽ നാം സന്തോഷിക്കുക. അതുപോലെ തന്നെ ആവശ്യമുള്ള സിനിമ നാം കാണുക, ആവശ്യമില്ലാത്ത സിനിമ വിട്ടുകളയുക. അപ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആനന്ദകരമായ, സന്തോഷകരമായ കാര്യങ്ങൾ, ദാറ്റ് ഈസ് ഗോഡ് നെവർ ആസ്ക്സ് ടു ഗിവ് അപ്പ് എനിത്തിങ് ദാറ്റ് ഈസ് ഗുഡ് ഫോർ അസ്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആവശ്യമായ നല്ല കാര്യങ്ങൾ നാം ചെയ്യുന്നതിൽ ദൈവം ഒരിക്കലും എതിരല്ല. അത് നാം മനസ്സിൽ വെക്കുക. അപ്പോൾ ദൈവത്തിന് വേണ്ടി നാം ദുഃഖം അഭിനയിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ വാടിയ മുഖം കാണിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവരെ കാണുമ്പോൾ അവൻ പാപിയാണ് എന്ന് വിചാരിച്ച് നാം അവനിൽ നിന്നും അകന്നു നിൽക്കേണ്ട കാര്യമില്ല. കാരണം ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒരുപോലെ പാപികളാണ്. അപ്പോൾ അവരിൽ വിശുദ്ധന്മാരാരുമില്ല. വിശുദ്ധന്മാരുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് പാപികൾ. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.